കലാകാരികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിനിമാ രംഗത്താകട്ടെ മറ്റേതൊരു കലാരംഗത്തുമാകട്ടെ പ്രവർത്തിക്കുന്ന വനിതകളും ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാലുക്കളാകേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയിലെ ഒരു ചൊല്ലുണ്ട്. അതായത് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെപ്പറ്റി സംസാരിക്കുമ്പോൾ കവികൾ വാചാലരാകാറുണ്ട്. അതുപോലെ തന്നെ കവികൾ നതാംഗികൾ എന്നാണ് ആ ഭാവശുദ്ധിയുള്ള സ്ത്രീകളെ നിർവചിക്കാറുള്ളത്. എന്ന് വെച്ചാൽ മാന്യമായി വസ്ത്രധാരണം ചെയ്ത് എത്ര സുന്ദരികളുമാകട്ടെ എത്ര മികവുള്ളവരുമാകട്ടെ അവർ ആ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി കൈമോശം വരാതെ മുന്നോട്ട് പോകുന്നവരെയാണ് കവികളൊക്കെ വിഭാവന ചെയ്യുന്ന ഭാവശുദ്ധിയുള്ള സ്ത്രീകൾ. പക്ഷെ നമ്മളിവിടെ ഈ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും കാണാറുള്ള ഒരു രംഗമുണ്ട്. ഇപ്പോൾ മോഡലിങ്ങിൽ നോക്കുക, അതുമല്ലെങ്കിൽ മറ്റ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില നടികൾ, എല്ലാവരുമല്ല, വളരെ കുറച്ച് പേരാണ് അത്തരക്കാർ. ഒരു പൊതുപരിപാടിക്ക് അവരെ ക്ഷണിക്കുകയാണെങ്കിൽ നമുക്ക് അറപ്പ് തോന്നും. അതുപോലെയാണ് അർത്ഥനഗ്നകളായിട്ടാണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലാണ് ചിലർ, വളരെ കുറച്ച് പേർ മാത്രം വസ്ത്രം ധരിച്ച് ആ പൊതുപരിപാടിക്ക് എത്തുന്നത്. അവിടെ ചിലപ്പോൾ പൊതുജനം എന്ന് പറയുമ്പോൾ എല്ലാത്തരം ആൾക്കാരും കാണും, അങ്ങനെയുള്ളിടത്തേക്ക് എത്തുന്നത്. അതേ സമയത്ത് അതേ പരിപാടിയിൽ തന്നെ ഇപ്പോൾ മോഡലിംഗ് ഒക്കെ ആണെങ്കിൽ മോഡലിങ്ങിൽ തന്നെ വരുന്ന പുരുഷന്മാരെ നോക്കുക, അവർ ആപാദചൂടം വസ്ത്രം ധരിച്ചായിരിക്കും വരുന്നത്. സ്ത്രീകളാണെങ്കിൽ അർത്ഥനഗ്നകളായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഒക്കെ ഈ പറയപ്പെട്ട ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയുമായിട്ട് ഒട്ടും ചേർന്ന് പോകുന്നതല്ല. ഒരു സ്ത്രീയെയും അങ്ങനെ അർത്ഥനഗ്നകളായിട്ട് പുറത്ത് കാണാൻ ആരും ആഗ്രഹിക്കാറില്ല. ആർക്കും അറപ്പാണ് തോന്നുക മാംസപിണ്ഡവും കാണിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ. അവൾ എത്ര സുന്ദരിയായിക്കൊള്ളട്ടെ, സൗന്ദര്യത്തെ തുറന്നു കാണിക്കുമ്പോഴല്ല സൗന്ദര്യം ആസ്വദിക്കപ്പെടുന്നത്. ആ സൗന്ദര്യത്തിന് ഒരു ചെറിയ മൂടുപടം ഇട്ട് കഴിഞ്ഞാലാണ്, തീർച്ചയായിട്ടും മൂടുപടം ഇട്ട് കഴിഞ്ഞാലാണ് സൗന്ദര്യം ആർക്കും ആസ്വദിക്കാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള വനിതകളായാലും കലാരംഗത്തുള്ളവരാണെങ്കിൽ, ഇനി കലാരംഗത്തല്ല എന്നിരിക്കട്ടെ, അവരാണെങ്കിൽ പോലും അധ്യാപകന്മാരാണെങ്കിൽ വളരെ പ്രത്യേകിച്ചും എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികളുടെ മുൻപിൽ പഠിപ്പിക്കാൻ നിൽക്കുന്ന അധ്യാപികമാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ വസ്ത്രം ധരിക്കുന്നതിലെ ശ്രദ്ധ. അപ്പം അങ്ങനെ അല്ല പലപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിലെ ചിലരെങ്കിലും അതുപോലെ കലാകാരികളിൽ ചിലരെങ്കിലും ചില രംഗത്തൊക്കെ സ്വയം അവതരിപ്പിച്ച് കാണുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലതല്ല. അപ്പം അതൊക്കെ എന്തിനും പോന്നവൾ എന്ന ഒരു വിചാരം അവരെ പറ്റി മറ്റുള്ളവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അവരുടെ കണ്ണിൽ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് അതിനാവശ്യപ്പെടാൻ ഒരു മടിയുമില്ല. ഒരു അവസരം വന്നാൽ ഞാൻ റെഡി എന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് പോലെ ഇത്തരം വസ്ത്രധാരണ രീതി കാണുമ്പോൾ സാധാരണ രീതിയിൽ പുരുഷന്മാർക്ക് തോന്നാൻ ഇടയുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾ മോഡസ്റ്റായിട്ട് വസ്ത്രം ധരിച്ച് പോകുന്നത് കൊണ്ട് ആർക്കും ഒരു അപകടവും ഉണ്ടാകുന്നില്ല. അതുമാത്രവുമല്ല, ആരുടെയും സൗന്ദര്യം മൂടി വയ്ക്കപ്പെടുന്നുമില്ല. മോഡസ്റ്റായിട്ട് വസ്ത്രം ധരിക്കുക എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ട് അവരുടെ സൗന്ദര്യം തുറന്ന് കാണിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അത് മാത്രവുമല്ല, സ്ത്രീകൾ എന്താണ് ഫെമിനിസം എന്നതുകൊണ്ടും അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവനയിൽ ഉള്ള രീതി അനുസരിച്ചാണെങ്കിൽ മേധാശക്തി കൊണ്ട് ഞാൻ പുരുഷന് തുല്യയാണ് അല്ലെങ്കിൽ പുരുഷനേക്കാൾ താഴെയല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക. അങ്ങനെ മേധാശക്തി കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നമ്മുടെ വേഷഭൂഷാദികളല്ല നമുക്ക് ഉപയോഗിക്കേണ്ടത്, നമ്മുടെ മേധാശക്തി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകളുടെ, അതായത് സ്ത്രീ പുരുഷ ഗ്യാപ്പ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലുള്ള ഈ വ്യത്യാസം, അതായത് സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന രീതി, ഇത് മനുഷ്യവാസം ഈ ഭൂമിയിൽ തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ്. ഈ രണ്ട് തരം ട്രീറ്റ്മെൻറ്റ്, പുരുഷനേക്കാൾ താഴെയാണ് സ്ത്രീ എന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും വേരോടിയിരിക്കുന്ന, രൂഢമൂലമായി വേരോടിയിരിക്കുന്ന ഒരു സംസ്കാരം തന്നെയാണ് സ്ത്രീകൾ രണ്ടാന്തരം പൗരന്മാരാണ് എന്നുള്ള ചിന്തയും അതിനനുസരിച്ച് മാത്രം അവരെ പരിഗണിക്കുന്നത്. അപ്പം ഇതിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി 1975 മുതൽ 85 വരെയുള്ള ഒരു ദശകത്തെ യുണൈറ്റഡ് നേഷൻസ് വനിതാ ദശകം
അപ്പോൾ വനിതാ ദശകം എന്ന് പേരിട്ട് അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ UN തന്നെ മുന്നോട്ട് വന്ന് ഓരോ രാജ്യങ്ങളെ കൊണ്ടും ഒരുപാട് നിലപാടുകളൊക്കെ എടുപ്പിച്ചു. പക്ഷേ 2000 ആയപ്പോഴും ഈ വനിതാ ആൺ പെൺ വ്യത്യാസം പഴയതുപോലെ തന്നെ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് UN തന്നെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത്. എന്താണ് UN റിപ്പോർട്ടിൽ പറഞ്ഞത്? ലോകത്ത് ചെയ്യപ്പെടുന്ന തൊഴിലിൻ്റെ 2/3 ഭാഗവും ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ ലോകത്ത് ഒരു ദിവസം കൊടുക്കപ്പെടുന്ന വരുമാനത്തിൻ്റെ, അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വരുമാനത്തിൻ്റെ 1/10 മാത്രമാണ് സ്ത്രീകളുടെ കയ്യിൽ കിട്ടുന്നത്. അതായത് ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ 2/3 ഭാഗം സ്ത്രീ ചെയ്യുന്നു, പക്ഷേ കൈകാര്യം ചെയ്യുന്ന വരുമാനത്തിൻ്റെ 1/10 മാത്രമാണ് അവൾക്ക് ലഭിക്കുന്നത്. തീർന്നില്ല, ധനത്തിൻ്റെ 100 മാത്രമാണ് സ്ത്രീക്ക് ലഭിക്കുന്നത് എന്നാണ് ആ UN പഠനം. അതായത് UN മെമ്പേഴ്സായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും നടത്തിയ താരതമ്യ പഠനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ UN നടത്തിയത്. അതിനു ശേഷമാണ് UN വിമൻ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ UN വിമൻ എന്ന ഒരു കോൺസെപ്റ്റ് അല്ല, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു വിങ് തന്നെ, UN വിമൻ എന്നൊരു വിങ് തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. എന്നിട്ട് GDPയിൽ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ, രാജ്യത്തെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ, സംഭാവന കണക്ക് കൂട്ടാൻ വേണ്ടി ഗാർഹിക പ്രവർത്തികൾ, ഗാർഹിക വൃത്തി, അതായത് വീടിനകത്ത് ചെയ്യപ്പെടുന്ന, അതായത് കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ, പാചകം, അതുപോലെ വാഷിംഗ്, ക്ലീനിങ്, ഇങ്ങനെ നിരവധി കർമ്മങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ സ്വന്തം പറമ്പിലെ, അതായത് വയലാട്ടെ, ഇപ്പോൾ പാലക്കാടാണെങ്കിൽ വയലിലെ ജോലി ചെയ്യുന്നത് നല്ലൊരു ഭാഗം സ്ത്രീകളാണ്. അതുപോലെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അതെ, വീട്ടിലെ ജോലി മാത്രമല്ല പറമ്പിലെ ജോലിയും സ്ത്രീകൾ ചെയ്യുന്നുണ്ട്, സാധാരണ ചെറുകിട കുടുംബങ്ങളാണെങ്കിൽ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ജോലികളും വെറുതെ പോവുകയാണ്. അതിലൊന്നും അവൾ GDPയിലേക്ക് ഒരു സംഭാവനയും ചെയ്യുന്നില്ല. വെറുതെ ഇരിക്കുന്ന ഭാര്യ എന്നൊരു കോൺസെപ്റ്റിലാണ് സ്ത്രീകളെ പൊതുവെ കാണുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു, UN വിമൻ വഴിയായിട്ട് നിർദ്ദേശങ്ങൾ വന്നു. എല്ലാ രാജ്യക്കാരും അവരുടെ വീട്ടിലെ, അവരുടെ സ്ത്രീകളുടെ ഗൃഹഭരണം അതിനുവേണ്ടി ചെയ്യുന്ന എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു അത്ര മണിക്കൂർ തന്നെ, ഇപ്പോൾ പുരുഷൻ 8 മണിക്കൂർ പുറത്ത് ജോലി ചെയ്യുന്നു, സ്ത്രീ 12 മണിക്കൂർ അകത്ത് ജോലി ചെയ്യുന്നു. സ്ത്രീ ചെയ്യുന്നതിന് ഒരു GDPയിലേക്ക് ഒരു സംഭാവനയും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ പുരുഷൻ ചെയ്യുന്ന 8 മണിക്കൂർ നേരത്തെ ജോലിയും GDPക്കുള്ള സംഭാവനയായിട്ട് കാണിക്കുന്നു. അത് മാറണം. അപ്പം സ്ത്രീ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു അതിനും ഒരു വാല്യൂ ഇടുക, പുരുഷന് കിട്ടുന്ന വാല്യൂ പോലെ തന്നെ സ്ത്രീക്കും ഒരു വാല്യൂ ഇടുക, എന്നിട്ട് അത് GDPയിൽ കൂട്ടിച്ചേർക്കുക. അങ്ങനെ പല രാജ്യങ്ങളിലും അത് ചെയ്തു തുടങ്ങി. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതിനിനിയും സ്ത്രീകൾ പാർലമെൻറ്റിൽ ബഹളം വെച്ചാൽ മാത്രമേ സ്ത്രീകളുടെ ഗൃഹഭരണം GDPയുടെ ഭാഗമായി മാറൂ. അപ്പോഴാണ് സ്ത്രീകളുടെ തുല്യതയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ് എടുക്കപ്പെടുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ മറ്റൊരു ചുവടുവയ്പ് എന്ന രീതിയിൽ UN വിമൻ ആവശ്യപ്പെട്ടു ജെൻഡർ ബജറ്റിംഗ്. ഓരോ ബജറ്റിലും സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട്, സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ബജറ്റിൻ്റെ ഒരു ഭാഗം, 100% ഒരു 15 അങ്ങനെ എത്രയെങ്കിലും ഒരു ശതമാനം, ഒരു ഭാഗം സ്ത്രീകൾക്ക് മാത്രമായിട്ട്, സ്ത്രീ ഉന്മുഖ കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കണം. ഇന്ത്യയിൽ അത് ചെയ്യുന്നുണ്ട്. P. ചിദംബരമാണ് 96 ആദ്യം ഇത് തുടങ്ങിയത്. അതിനുശേഷമുള്ള എല്ലാ ബജറ്റുകളിലും അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ വനിതാ ബജറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഇല്ല. എന്തുകൊണ്ടാണ് എന്നാരും ചോദിച്ചിട്ടില്ല ഇതുവരെയും. അതേസമയത്ത് നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റിൽ എല്ലാ പ്രാവശ്യവും വനിതാ ബജറ്റിംഗ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വനിതാ ബജറ്റിംഗ് കൊണ്ടുവരുന്നത് വനിതകളുടെ ഇനീക്വാളിറ്റി, അതായത് വനിതകൾക്ക് ലഭിക്കേണ്ട പല സേവനങ്ങളും കിട്ടാതെ പോകുന്നു. അത് വനിതാ ബജറ്റിംഗ് വന്നാൽ അത് കിട്ടും എന്നുള്ള രീതിയിലാണ് വനിതാ ബജറ്റിംഗ്. അപ്പോൾ എന്തിനാണ് ഈ വനിതാ ബജറ്റിംഗ് കൊണ്ടുവന്നത്? എന്തിനാണ് ഗൃഹഭരണം GDPയിൽ ചേർക്കണം എന്നൊക്കെ പറയുന്നത്? സ്ത്രീയും പുരുഷനും തുല്യതയിലേക്ക് നടന്നു നീങ്ങുന്നതിനുള്ള ചവിട്ടുപടികളായിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ UN വിമൻ വിവക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടും ഈ മാറ്റം ഇപ്പോഴും അപൂർണതയിലെത്തിയാണ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിലാണ്
ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ധരിക്കുന്ന രീതി കൊണ്ടല്ല ഫെമിനിസം കാണിക്കേണ്ടത്. നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് നമ്മുടെ മേധാശക്തി കൊണ്ടായിരിക്കണം, നമ്മുടെ കർമ്മശേഷി കൊണ്ടായിരിക്കണം. ഇപ്പോൾ അതിനൊരു ഉദാഹരണം വേറെ എങ്ങും പോകണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ബെസ്റ്റ് എക്സാമ്പിള്. നമ്മളൊന്ന് നോക്കിയാൽ മതി കുടുംബശ്രീ വനിതകളെ പറ്റി. അതായത് ഞാൻ കുടുംബശ്രീയുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഒരു വളരെ വലിയ പ്രോജക്റ്റ് കുടുംബശ്രീകളെ പറ്റി ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്ത പ്രോജക്റ്റിൻ്റെ പേര് പറഞ്ഞാൽ ടെക്നോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഓഫ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ്. അതായത് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് സാങ്കേതികമായി സസ്റ്റൈനബിൾ ആണോ, അവരുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും മറ്റും അവരെ സസ്റ്റൈനബിളാക്കി വളർച്ചയിലേക്ക് കൊണ്ടുപോകുമോ, അതായിരുന്നു എൻ്റെ എൻക്വയറി. ആ എൻക്വയറി ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ പ്രോജക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ കേരളത്തിൽ 510 കുടുംബശ്രീകൾ 510 കുടുംബശ്രീകൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബശ്രീയിൽ 10 കുടുംബശ്രീകൾ ചേർന്നിട്ടാണ് ഒരു കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ഫോം ചെയ്യുന്നത്, 10 എങ്കിലും. അങ്ങനെ വരുമ്പോഴത്തേനും 5 × 10 എന്ന് പറയുമ്പോൾ എത്രയാ കുടുംബശ്രീകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് കണ്ട് കുടുംബശ്രീകളിൽ നിന്ന് അഭിപ്രായം എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, അവർ തന്നെ ഒത്തിരി പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഉപ്പും കഞ്ഞിയും കുടിച്ചിരുന്ന പാവപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ആഹാരം, അതായത് ഭക്ഷണവും അതിനോട് ചോറും അതിനോടൊപ്പം നല്ല കറികളും കൊടുക്കാൻ പറ്റുന്നു, നല്ല വസ്ത്രം ധരിച്ച് അവർ സ്കൂളിൽ പോകുന്നു, അവർക്ക് വേണ്ടത്ര പുസ്തകങ്ങളും എല്ലാം കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നു, അവർക്ക് ക്ലെൻലിനെസ് വൃത്തി എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ ഈ കുടുംബശ്രീയിൽ ചേർന്ന് അതിലെ മൈക്രോ എൻ്റർപ്രൈസ് ഓർമ്മിക്കണം. ഒരു കുടുംബശ്രീ 10 രൂപ സേവിങ്സ് കൊണ്ട് തുടങ്ങുന്നതാണ്. ഓരോ മാസവും 10 രൂപ ആ കുടുംബശ്രീയിലേക്ക് കൊടുത്തുകൊണ്ടാണ് അവരുടെ സേവിങ്സ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയ ആ സംരംഭങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കുടുംബശ്രീകളും സംരംഭങ്ങൾ തുടങ്ങുന്നില്ല. സംരംഭങ്ങൾ തുടങ്ങുന്നവർ വളരെ നല്ല രീതിയിൽ ആ സംരംഭങ്ങൾ നടത്തിക്കൊണ്ട് ഞാൻ തന്നെ കണ്ടു 52ഓളം തരം സംരംഭങ്ങൾ കുടുംബശ്രീകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ആ കുടുംബശ്രീകളൊക്കെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഏത് പാർട്ടി ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വരെ കുടുംബശ്രീയാണെന്ന് ഓർക്കണം. 45 ലക്ഷത്തോളം കുടുംബശ്രീ മെമ്പേഴ്സുണ്ട്. ഈ 45 ലക്ഷം പേര് വിചാരിച്ചാൽ ഒരു പാർട്ടി, ഏത് പാർട്ടിയെ വേണമെങ്കിലും ഭരണത്തിൽ കൊണ്ടുവരാൻ അവർ വിചാരിച്ചാൽ പറ്റും. അപ്പോൾ അങ്ങനെ അവർ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വ്യാവസായിക മേഖല എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ മൈക്രോ എൻ്റർപ്രൈസസ് ആണ് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു മേഖല. അതുപോലെ തന്നെ നമ്മുടെ മോദിജി കേരളത്തിലേക്ക് ആദ്യം വന്നപ്പോൾ തന്നെ 2014 അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യം കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്തായിരുന്നു? കേരളത്തിലെ പോലെ കുടുംബശ്രീ മോഡലും മൈക്രോ എൻ്റർപ്രൈസസ് മോഡലും ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പറയുന്ന പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം തന്നെയല്ലല്ലോ നടപ്പാക്കേണ്ടത് പലരുമാണല്ലോ. അപ്പോൾ ഈ പറയപ്പെട്ട പലരും അവർ ഇതൊന്നും വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടില്ലെങ്കിൽ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ, പ്രധാനമന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിമാരുടെയോ പ്രഖ്യാപനങ്ങൾ നടപ്പിലാവില്ല. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ UP-യിൽ അതുപോലെ അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കുടുംബശ്രീ ഉണ്ട്, കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകളും ശ്രദ്ധിക്കണം എന്ന ഒരു ഹെഡിങ്ങോട് കൂടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് നമ്മുടെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. അർത്ഥനഗ്നകളായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതല്ല, മേധാശക്തി കൊണ്ട് മറ്റുള്ളവരെ, പുരുഷവർഗത്തെ തോൽപ്പിക്കുന്നതാണ്. അവരെ തോൽപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആരെയും തോൽപ്പിക്കാൻ പോകണ്ട. അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ പുരുഷവർഗം ഇല്ലാതെ സ്ത്രീവർഗം മാത്രമായിട്ടൊരു ജീവിതമേ ഇല്ല. പക്ഷേ നമ്മൾ അവരോട് തുല്യരാണ് എന്ന് കാണിക്കണം. അത് കാണിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം നമ്മുടെ ഈ കുടുംബശ്രീ മോഡലിനെ തന്നെ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് കർമ്മശേഷി കൊണ്ട്, അതുപോലെ തന്നെ ഭൗതിക ശേഷി കൊണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പുരുഷന്മാരോടൊപ്പമാണ് എന്ന് കാണിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന മാറ്റം ഒരു ദിശാസൂചകമായി കണ്ടുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരും മേധാശക്തി കൊണ്ട് അവരുടെ കൂടെയുള്ള പുരുഷന്മാരെ അവരെക്കാൾ നിങ്ങൾ ഒരു കാരണവശാലും മുകളിലല്ല എന്ന് വരുത്തി തീർക്കാൻ കഴിയണം. കർമ്മശേഷി കൊണ്ട്, കർമ്മകുശലത കൊണ്ട് അവർക്കതിന് കഴിയണം. അതല്ലാതെ ഈ പറയപ്പെട്ട രീതിയിൽ സൗന്ദര്യം പ്രകടിപ്പിച്ചത് ഷോ ചെയ്തതുകൊണ്ട് മാത്രം ഒരു കാരണവശാലും ഒരു രംഗത്തും സ്ത്രീക്ക് പുരുഷനേക്കാളോ അല്ലെങ്കിൽ പുരുഷനോടൊപ്പമോ
മിടുക്കുണ്ട്, മികവുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല.